അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബ്രൗണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാനിതാ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുക്കാനും ശ്രദ്ധിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ എടുക്കാം. ക്രിസ്മസും ന്യൂ ഇയർ എല്ലാം ആയതുകൊണ്ട് കുട്ടികൾക്ക് ലീവല്ലേ, ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ബ്രൗണി ഉണ്ടാക്കി കൊടുക്കാമെന്ന്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐറ്റമല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിലും എത്രയോ ചിലവ് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് പീസസ് നമുക്ക് വീട്ടിൽ കഴിക്കാനും പറ്റും കേട്ടോ. നമ്മളൊരു പീസ് വാങ്ങുമ്പോൾ തന്നെ നല്ല റേറ്റ് കൊടുക്കണ്ടേ. അങ്ങനെ ഞാനിപ്പോൾ ഇതിപ്പം 500 ഗ്രാം ഉണ്ട് കേട്ടോ ചോക്ലേറ്റ്. നമുക്കിതിലില്ലേ ഒരു 250 ഗ്രാം മതി. 200 ഗ്രാം നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനും 50 ഗ്രാം നമുക്ക് ബ്രൗണിയിൽ ആ ഒരു ചോക്ലേറ്റ് ഇടയിൽ ചോക്ലേറ്റ് കാണുമല്ലേ, അതുപോലെ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കലാണ്. ബാക്കിയുള്ള ചോക്ലേറ്റ് ഞാനങ്ങനെ ഫ്രീസറിൽ വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഫ്രീസറിലോ പുറത്തോ എവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിതാ ബട്ടർ പേപ്പറിലൊന്ന് പൊതിഞ്ഞിട്ട് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. അപ്പം ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിക്ക് നിങ്ങൾ ചോക്ലേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാർക്ക് ചോക്ലേറ്റ് തന്നെ സെലക്ട് ചെയ്യുക. എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, എന്താ പറയുക, കാണാനും ഭംഗി ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കലാണ്. ഇങ്ങനെ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡബിൾ ബോയിലിംഗ് വഴി നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കാം, എന്താ പറയുക, മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവണിൽ മെൽറ്റാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഓവൺ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുക്കലാണ്. ബാക്കിയുള്ള 50 ഗ്രാമിൽ അത് ഞാൻ നേരെ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ടാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ ഈ ഒരു ബൗളിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 100 ഗ്രാം തന്നെ ചേർത്ത് കൊടുക്കുക. 200 ഗ്രാം ചോക്ലേറ്റിന് 100 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് രണ്ടും കൂടി വേണം നമുക്ക് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിക്ക്. ഈ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും നമ്മുടെ ബ്രൗണി കാണാൻ വേണ്ടിക്ക്. നമ്മളിപ്പോൾ ഏത് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കുമ്പോൾ നമ്മളിപ്പം ചോക്ലേറ്റ് ഗനാഷെല്ലാം റെഡിയാക്കൂലേ, എന്താ പറയുക, ക്രീമും കാര്യങ്ങളെല്ലാം റെഡിയാക്കൂലേ, നേരം ഈ ഒരു ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലില്ലേ എക്സ്ട്രാ ഒരു എന്താ പറയുക, കാണുമ്പോൾ തന്നെ ഒരു തിളക്കുണ്ടാവും, ഒരു ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ ചോക്ലേറ്റ് കാണാൻ വേണ്ടിക്ക്. അപ്പോൾ ഞാൻ ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്താ പറയുക ഡബിൾ ബോയിലിംഗ് വഴി ഒന്ന് മെൽറ്റാക്കി എടുക്കലാണ്. ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ മെൽറ്റാക്കി എടുക്കുക. പിന്നെ നമ്മളൊരു 50 ഗ്രാം ബട്ടർ മാറ്റി വെച്ചിട്ടില്ലേ, അത് ഞാൻ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇതിപ്പം വേണ്ട, നമുക്ക് ലാസ്റ്റ് ബ്രൗണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രൗണിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിപ്പം ഞാനിതാ മാറ്റിയെടുക്കലാണ്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു ബൗള് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് കൊടുക്കുക. വെള്ളം തിളക്കുന്നതിനനുസരിച്ച് ഈ ഒരു ബട്ടറും ചോക്ലേറ്റും എല്ലാം മെൽറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എപ്പോഴും ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത് ഓവണിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലോണം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ചോക്ലേറ്റും ബട്ടറും കൂടി നല്ലോണം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ബട്ടർ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റിന് എക്സ്ട്രാ ഒരു ഗ്ലേസിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടാണെന്നില്ലേ. നമുക്ക് ഈ ഒരു സംഭവമില്ലേ, നമ്മൾ സാധാ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ, കാണാൻ വേണ്ടിക്കും കഴിക്കാൻ വേണ്ടിക്കും. ഇനിയിപ്പോൾ ഞാനില്ലേ മോൾഡ് റെഡിയാക്കി എടുക്കലാണ്. നമ്മൾ കേക്ക് ടിനോ കാര്യങ്ങളോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പിലുള്ളതാകുമ്പം കുറച്ചുകൂടി എന്താ പറയുക, കാണുമ്പം കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. മോൾഡിലില്ലേ ഞാൻ ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഗീയും ബട്ടറും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 മുട്ട വേണം. അപ്പം 3 മുട്ടയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. പിന്നിലെ ഞാൻ ഈ ബൗളിൽ ചെയ്തെടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. നിങ്ങളാണെന്നുണ്ടെങ്കിലേ മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിൽ 3 മുട്ട ഇട്ട് കൊടുക്കുക, ഒരു 1/4 കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി. നല്ല പതഞ്ഞ് വരുന്നവർ, നല്ലോണം പതയണ്ട, ബ്രൗണിക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പോലെ പതയണ്ട, എന്നാലും നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പഞ്ചസാര നല്ലോണം മെൽറ്റാകുന്ന വരെ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് നല്ലോണം വിസ്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ പറയുക,
നിങ്ങൾ വീട്ടിലാന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ 3 മുട്ട ഇട്ട് കൊടുക്കുക. അതുപോലെ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കുക. അങ്ങനെ എന്നിട്ടിതാ മുട്ട ഒന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാലേ നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റാക്കി വെച്ചിട്ടില്ലേ, അതിൻ്റെ ചൂടൊന്ന് ആറി വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഫസ്റ്റാണ് ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം ആകുമ്പം തന്നെ നമ്മുടെ എന്താ പറയുക ചോക്ലേറ്റിൻ്റെ ചൂടെല്ലാം കുറഞ്ഞ് ഒന്ന് സെറ്റായിട്ടുണ്ടാവും. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, മുട്ട കുക്കായി പോവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം എന്താ പറയുക ഈ ഒരു ചോക്ലേറ്റിൻ്റെ ചൂടൊന്ന് കുറയാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ മിക്സ് ആക്കി എടുക്കുക കേട്ടോ, മുട്ട പഞ്ചസാര ഐറ്റംസ് എല്ലാം. ഇനിയിപ്പോൾ ഇത് ആ മുട്ടൻ്റെ ആ ഒരു ചവയില്ലാതിരിക്കാൻ വേണ്ടിക്ക് 2-3 ഡ്രോപ്സ് വാനില എസൻസും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, പക്ഷേ മുട്ടൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയും പഞ്ചസാരയും അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് മിക്സും എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ടത് മൈദയും കൊക്കോ പൗഡറാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി അരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടി അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം മൈദയിലെല്ലാം എന്തെങ്കിലും കട്ടകളെല്ലാം ഉണ്ടാവും, വേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അരിച്ചിട്ടിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സാക്കി എടുക്കാം. ആ ഒരു മൈദയും ചോക്ലേറ്റിൻ്റെ മിക്സും എല്ലാം കൂടി നല്ലോണം മിക്സായിട്ട് വരുന്നത് വരെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ചോക്ലേറ്റ് പീസസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റ് പീസസിന് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 50 ഗ്രാമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കി എടുക്കാം, പതിയെ മിക്സാക്കി എടുക്കാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ ആ ഒരു പീസസ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം നമ്മൾ ഓവണിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റവ് ടോപ്പിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിന് മുകളിൽ വേറൊരു പാത്രം വരുന്ന രീതിയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഓവൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓവൻ്റെയും ബീറ്ററിൻ്റെയും ഒന്നും ആവശ്യമില്ല. മിക്സിയുടെ ജാറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അവസാനമായിട്ടുള്ള ആ ഒരു മൈദയും മിക്സും സെപ്പറേറ്റ് ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ പുഡിംഗ് ട്രേയിലേക്ക് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേറൊന്നുമില്ല, നമുക്കിത് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 180 ഡിഗ്രിയിൽ ഒരു 30 to 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ബ്രൗണി നല്ല അടിപൊളിയായിട്ട് മുകളിൽ ആ ഒരു ക്രാക്കെല്ലാം വീണിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലുമാണ്. നിങ്ങളിതുവരെ വീട്ടിൽ ബ്രൗണി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങുന്നതിലും പെർഫെക്റ്റ് ആയിട്ടും അതിലും ടേസ്റ്റി ആയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾ ബ്രൗണി പുറത്തുനിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ഒരു പീസിന് തന്നെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരുമല്ലേ. അപ്പോൾ വീട്ടിലാകുമ്പം എന്താ പറയുക, ഈ ഒരളവിൽ 9 പീസോളം നമുക്ക് ബ്രൗണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിത് ചെറിയ പീസായിട്ട് കട്ടാക്കുന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ പീസസ് ആക്കാം. സാധാരണ ഈ ഒരു സൈസിൽ എന്താ പറയുക, സാധാരണ പുറത്തുനിന്ന് കിട്ടുന്ന ബ്രൗണി കുറച്ച് വലിയ സൈസിലല്ല ഉണ്ടാവുക. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് കട്ടാക്കിയെടുക്കലാണ്. നല്ല സ്മെല്ലാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളി ടേസ്റ്റാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രാക്കലായിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാ ഞാനിതൊരു 9 പീസാക്കിയിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. ബ്രൗണി സാധാരണ ചോക്ലേറ്റിൻ്റെ എന്താ പറയുക, ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നവരുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ടാവും. വനില ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, അങ്ങനെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്നവരുണ്ടാവും. ഇത് വെറുതെ കഴിച്ചാലും ഐസ്ക്രീമിൻ്റെ കൂടെ കഴിച്ചാലും അടിപൊളി തന്നെയാണ്. ഈ ഒരു വെക്കേഷൻ്റെ ടൈമിൽ പുറത്ത് പോയിട്ട് കുട്ടികൾക്ക് ബ്രൗണിയൊന്നും വാങ്ങി കൊടുക്കാണ്ട് വീട്ടിൽ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത്ര സമയമെല്ലാം ഉണ്ട്, ഒരു 30-40 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ടില്ല, അത് നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ എത്രമാത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഭാഗം ഷൂട്ട് ചെയ്യുന്ന ടൈം കറണ്ട് ഉണ്ടായിട്ടില്ല കേട്ടോ, കറണ്ട് പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് എന്താ പറയുക
ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അടിപൊളിയാണ്. ഇങ്ങനെ കാണാനും അടിപൊളി തന്നെയല്ലേ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.